ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോ ജു. ഞാൻ രഘുനന്ദനൻ എം പി. കേരള PSC തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നടന്ന LDC എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലും ഓരോ ചോദ്യവും എടുത്തത് എവിടെ നിന്നാണ് വന്നത്, മുൻകാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളേവ എന്ന് പഠിച്ചു പോകുന്നതാണ്. നമ്മൾ 18 ചോദ്യങ്ങൾ കഴിഞ്ഞത് 19ാമത്തെ ചോദ്യങ്ങളാണ്. 19ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ PDF, വിസ്തരിച്ചുള്ള PDF, അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഒരു ഓൺലൈൻ എക്സാം ദിവസവും നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനുള്ള ഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. വാട്സപ്പിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടീഷണൽ ക്ലോസിലേക്ക് പോകാം. അപ്പോൾ തിരുവനന്തപുരത്തെ ആ ചോദ്യം നോക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ടീഷണൽ ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിലെ മാർക്ക് കിട്ടും. സിമ്പിളായൊരു കാര്യമാണ്. സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പോൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള ക്ലോസ് ഉണ്ട്. സീറോ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. അതായത് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അതിൽ വെർബിൻ്റെ ഫോം V1 ആയിരിക്കും. ഇഫ് ക്ലോസും ഉണ്ടായിരിക്കും, ഒരു മെയിൻ ക്ലോസും ഉണ്ടായിരിക്കും. ഇഫ് ക്ലോസിൽ വെർബിന്റെ ഫോം V1 ആണെങ്കിൽ മെയിൻ ക്ലോസ് വിൽ, ക്യാൻ, മേ പ്ലസ് V1 ഫോം ആയിരിക്കും. ശ്രദ്ധിച്ചിരുന്നോട്ടെ, അതിൽ സുഖമായിട്ട് മാർക്ക് ഉറപ്പിക്കാം. ഇപ്പൊ നോക്കൂ, ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ സ്റ്റേ ഇൻഡോർസ്. ഇതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇതിലെ ഇഫ് വരുന്ന ഭാഗമാണ് ഇഫ് ക്ലോസ്. ഇതിലെ ബാക്കിയുള്ള ഭാഗമാണ് മെയിൻ ക്ലോസ്. അപ്പൊ ഇവിടെ വിൽ സ്റ്റേ എന്നാണ് ഇവിടുത്തെ വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ആക്ഷൻ വേർഡ്. വി വിൽ സ്റ്റേ ഇൻഡോർസ് എന്ന് പറയുന്നതിൽ സ്റ്റേ എന്ന് പറയുന്ന വെർബ്, അതിന്റെ ഹെൽപ്പിംഗ് വെർബാണ് വിൽ. നോക്കൂ, ഇവിടെ റെയിൻസ് ആണ് വെർബ്. റെയിൻസ് V1 ഓർ S ഫോമിലാണ്. എന്താണ് ഈ വെർബിന്റെ ഫോമുകൾ? നമുക്ക് പെട്ടെന്ന് അവിടെ നോക്കിയിട്ട് വെർബിന്റെ ഫോമുകൾ മനസ്സിലാക്കിയിട്ടൊന്ന് പോവാം. അതായത് ഒരു വെർബ് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. ഈ വെർബിന് ഏതെല്ലാം ഫോം ഉണ്ട്? ഈ റൈറ്റ് എന്നുള്ള വെർബിന്റെ ഫോമിനെ തന്നെയാണ് V1 ഫോം എന്ന് പറയുന്നത്, അതിന്റെ ബേസ് ഫോം. അതിന്റെ സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ റോട്ട്, V2. തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ റിട്ടൺ, അത് V3. അതിന്റെ S ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റ്സ്, S ഫോം. ഇനി ING ഫോമിൽ നമ്മൾ എത്ര കൊടുത്താൽ മതി? റൈറ്റിംഗ്. കണ്ടു, അത് അതിൻ്റെ ING ഫോം. ഇത്രയേ ഉള്ളൂ. ഇത് ഇറഗുലർ വെർബാണ്. സാധാരണ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ഉണ്ടാക്കാറ് ED ചേർത്തിട്ടാണ്. ഇപ്പം പ്ലേ എന്നുള്ള വെർബാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫോം പ്ലേ ആണ്, അതായത് ബേസ് ഫോം. സെക്കൻഡ് ഫോം പ്ലേഡ് ആണ്. തേർഡ് ഫോമും എന്തുതന്നെയാണ്? പ്ലേഡ് ആണ്. S ഫോം എന്തായിരിക്കും? പ്ലേസ്. ING ഫോം എന്തായിരിക്കും? പ്ലേയിങ്. വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡ്. ഇപ്പോൾ രഘു, അതല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയണം, അല്ലെങ്കിൽ സ്കൈ, ഇതൊന്നും ഒരു ആക്ഷൻ അല്ല. അതേസമയം പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്. അപ്പൊ വെർബിന്റെ ഫോം ഏതാണ് എന്ന് ഇഫ് ക്ലോസിൽ നോക്കുക. ഇഫ് ക്ലോസിലെ വെർബിന്റെ ഫോം ഏതാണ് എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇഫ് ക്ലോസിലെ വെർബിന്റെ ഫോം ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി എന്താണ് ഇഫ് ക്ലോസിന്റെ വെർബിന്റെ ഫോം. S ഫോം ആണ്. അപ്പോൾ മെയിൻ ക്ലോസിൽ വില്ല്, ക്യാൻ, മേ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. ഇങ്ങനത്തെ 3 കണ്ടീഷൻ നിങ്ങൾ ഓർത്തു വെച്ചാൽ, ഇത് ഇഫ് ക്ലോസ്, ഇത് മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസിൽ വെർബിന്റെ ഫോം V1 ആണെങ്കിൽ മെയിൻ ക്ലോസിന്റെ വെർബിന്റെ ഫോം വിൽ പ്ലസ് V1 ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് സാധാരണ വരിക, ഒന്നില്ലെങ്കിൽ ഇഫ് ക്ലോസിൽ V1 തന്ന് മെയിൻ ക്ലോസിലുള്ള ഭാഗം പൂരിപ്പിക്കാൻ പറയും. അവിടെ വില്ലോ, ക്യാനോ, മേയോ വെച്ചിട്ട് ഒരു V1 കൊടുത്താൽ മതി. ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ സിമ്പിളായ ഒരു മാറ്റം മാത്രം, വുഡ് പ്ലസ് V1. ഇത് തിരിച്ചറിയാൻ നമുക്ക് എന്താ പ്രയാസം? ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ കുഡ് ഹാവ്. ഉണ്ടോ? കുഡ് ഹാവ്, വുഡ് ഹാവ് പ്ലസ് V3. ഇത്രയേ അറിയേണ്ടുള്ളൂ. ഇതൊക്കെ ഓപ്ഷനിലും തന്നിട്ടുണ്ടായിരിക്കും. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് മാർക്ക് മേടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കൂ, ഇഫ് ഇറ്റ് റെയിൻസ്, ഇഫ് യു സ്റ്റഡി ഹാർഡ്. ഇവിടുത്തെ വെർബ് ഏതാ? സ്റ്റഡി എന്നുള്ളതാണ്.
അത് V1 ഫോമിലാണ്. V1 ഓർ S ഫോമിലാണെങ്കിൽ നമുക്കറിയാം മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. കണ്ടോ, ക്യാൻ പാസ്. ഇഫ് ഷീ ഫിനിഷസ് ഹെർ വർക്ക് ഏർലി, ഫിനിഷസ് ആണ് അവിടുത്തെ വെർബ്, എസ് ഫോം ആണ്. അപ്പോ മെയിൻ ക്ലോസിൽ വില്ലോ മേയോ ക്യാനോ കഴിഞ്ഞതിന് ശേഷം V1 ഫോം ഓഫ് ദ വെർബ് മേ ഗോ. ഇത്രയേ വേണ്ടുള്ളൂ. ഇത് പോസിബിൾ സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. അതൊന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. പോസിബിൾ സിറ്റുവേഷൻ, ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഉള്ള ഒരു പോസിബിൾ സിറ്റുവേഷനെയാണ് ഇത് പറയുന്നത്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്തേക്കാം, വി വിൽ സ്റ്റേ ഇൻഡോർസ്, നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തിറങ്ങില്ല. ഇതെന്താണ്, ഒരു പോസിബിൾ സിറ്റുവേഷൻ ആണ്. മഴ പെയ്തേക്കാം. ഓക്കെ, അടുത്തത് പറയുമ്പോൾ എന്താണ് ഈ പോസിബിൾ സിറ്റുവേഷൻ? അല്ലെങ്കിൽ മോർ ലൈക്ക്ലി, ലെസ് ലൈക്ക്ലി എന്നൊക്കെ പറയാം. ഇതൊരു പോസിബിൾ സിറ്റുവേഷൻ ആണ്. ഇനി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് V1 ആയിരിക്കും. ഇപ്പോൾ ഇഫ് ഐ ഹാഡ് മോർ ടൈം, ഈ ഹാഡ് എന്നുള്ള വെർബ് ശ്രദ്ധിക്കണം, അത് ഹെൽപ്പിംഗ് വെർബുമായിട്ടും വരാം, മെയിൻ വെർബുമായിട്ടും വരാം. എപ്പോഴാണ് ഹാഡ് ഹെൽപ്പിംഗ് വെർബായിട്ട് വരിക? ഹാസോ ഹാവോ ഹാഡോ അതിൻ്റെ ഒപ്പം വേറൊരു വെർബ് ഉണ്ടെങ്കിൽ. ഹാസ് റെയിൻഡ്, എപ്പോഴും ഹാസ് ഹാവ് ഹാഡ് ഇതിൻ്റെ ഒപ്പം ആക്റ്റീവ് വോയിസിൽ V3 ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ. എപ്പോഴും നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഞാൻ നേരത്തെ അവിടെ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ടോ, അവിടെ വുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 ആണ്, ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ്. എന്താ കാരണം? ഹാസോ ഹാവോ ഹാഡോ കഴിഞ്ഞാൽ എന്ത് ഫോമേ വരുള്ളൂ? V3 ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ. അപ്പൊ ഇവിടെ V2 ആണ് ഇഫ് ക്ലോസിലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഇവിടെ ഐ ഹാഡ്, ഹാഡ് മെയിൻ വെർബ. അതേസമയം ഇറ്റ് ഹാഡ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ എന്താ പറയുക, ഹാഡ് പ്ലേഡ് എന്ന് വരുമ്പോൾ ഹാഡ് ഹെൽപ്പിംഗ് വെർബ. ഓക്കെ, പക്ഷെ ഇവിടെ ഹാഡ് മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ വുഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. ഇഫ് ഹി വേർ ടോളർ, അതെന്തുകൊണ്ടാ ഹീക്ക് ശേഷം വേർ വന്നത്? അത് കറക്റ്റ് യൂസേജാ. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. മനസ്സിലായില്ലേ? അത് കറക്റ്റ് യൂസ് ആണ്. സാധാരണ ഹീൻ്റെ ഒപ്പം വാസോ അല്ലെങ്കിൽ ഈസോ ആമോ ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ വേർ ഉപയോഗിച്ചത് കറക്റ്റ് ഫോമാണ്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം, ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഇവിടെ വേർ ആവുമ്പോൾ ഹി കുഡ് പ്ലേ, കുഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ മൈറ്റ് ടെൽ എന്നാ വന്നിരിക്കുന്നത്. നേരെ തിരിച്ചു പോവാം. മെയിൻ ക്ലോസിൽ തന്നിട്ട് ഇഫ് ക്ലോസിൽ എന്ത് വരും എന്ന് ചോദിക്കും. ഇപ്പൊ ഇവിടെ മൈറ്റ് ടെല്ലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം മെയിൻ വെർബിൽ വന്നാൽ ഇഫ് ക്ലോസിൽ എന്തായിരിക്കും? V2 ഫോം ഓഫ് ദ വെർബ്. സോ സിമ്പിളായി ഈ ഒരു ഓർഡർ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല്, ക്യാന്, മേ പ്ലസ് V1. V2 ആണെങ്കിൽ വുഡ് പ്ലസ് അല്ലെങ്കിൽ കുഡ് പ്ലസ് V1. തിരിച്ചും മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വന്നാൽ ഇഫ് ക്ലോസിൽ V1 വരുള്ളൂ. അതുപോലെ തന്നെ ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസിൽ വരുന്നുണ്ടെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് തിരിച്ചു വരിക. അപ്പൊ വെർബിന്റെ ഫോം എന്താണ് എന്നവിടെ നോക്കി അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ടുണ്ട്, ഇത് പരസ്പരം മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ആദ്യത്തേത് ഞാൻ പറഞ്ഞു, അത് എന്താണ്? പോസിബിൾ സിറ്റുവേഷൻ ആണ്, സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്ത്? ഇഫ് ക്ലോസിൽ നമ്മൾ V1 ഫോമോ S ഫോമോ വെച്ച് വരുമ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. സംഭവിച്ചോളണം ഇല്ല, പക്ഷെ സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചേക്കാം. പക്ഷേ മറ്റേത് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നമ്മൾ സാങ്കല്പികമായി കാണുന്ന ലെസ് ലൈക്ക്ലി ആണ്. ലെസ് ലൈക്ക്ലി, അത് സംഭവിക്കാൻ സാധ്യതയില്ല. എനിക്കൊരു ലോട്ടറി അടിച്ചാൽ ഞാൻ നിനക്ക് പകുതി തരാട്ടാന്ന് പറയുന്നത് പോലെയാ. കാരണം സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പകുതി കൊടുക്കുക എന്ന് പറയുന്നത്. ലോട്ടറി അടിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ സുഹൃത്തിനോട് പറയുമോ നിനക്ക് ഞാൻ പകുതി തരേണ്ടതെന്ന്? അപ്പം നിങ്ങളുടെ മനസ്സൊന്ന് മാറും അല്ലേ? അല്ലെങ്കിൽ കട്ട ചങ്കൊക്കെ ആയിരിക്കും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അതാണ് ഇഫ് ഐ വൺ ലോട്ടറി ഐ വുഡ് ഗിവ് യു ഹാഫ് ഓഫ് ഇറ്റ്. അവിടെ വുഡാ പറയാ. ഓക്കെ,
അല്ലാതെ ഇഫ് ഐ വിൻ ലോട്ടറി എന്ന് പറയില്ല. ഞാൻ ലോട്ടറി അടിച്ചാൽ നിനക്ക് പകുതി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത കൂടുതലുണ്ട്. മറ്റേ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. ഇഫ് ഹി വേർ ടോളർ, അവന് നല്ല നീളം ഉണ്ടായിരുന്നെങ്കിൽ, നീളമില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ V2ഉം മെയിൻ ക്ലോസിൽ എന്താണ് വരുന്നത്? വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബുമാണ്. ഈ തേർഡ് കണ്ടീഷൻ എന്താ? തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഫോം. ഹാഡിന് ശേഷം ഈ വില്ല്, വുഡ്, കുഡ്, മേ, മൈറ്റ്, ഇതിന് ശേഷം V1 ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ. അതുപോലെ തന്നെ ഹാസ്, ഹാവ്, ഹാഡ് ഇതിനൊക്കെ ശേഷം V3 ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഞാൻ ഇതിന് മുന്നേ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഫ് ഹാഡ് പ്ലസ് V3 ഫോം ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും എന്തിൽ വരിക? മെയിൻ ക്ലോസിൽ വരിക. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, ഇവിടെ ഹാഡ് ഒറ്റയ്ക്കല്ല, ഹാഡ് ഹെൽപ്പിംഗ് വെർബാ. നേരത്തെ നമ്മൾ കണ്ട ഒരു കണ്ടീഷനിൽ ഹാഡ് ഒറ്റയ്ക്കാണ് വന്നിരുന്നത്, കണ്ടുവോ? ഇവിടെ ഹാഡ് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ V2 ഫോം ആണ്. പക്ഷെ ഇവിടെ ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് മറ്റൊരു ഫോമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ടെൻസിന്റെ. അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണ്ട. ഹാഡ് പ്ലസ് V3 ഫോം വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ, കുഡ് ഹാവോ അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഏർലിയർ ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഇവിടെ ഹാഡ് പ്ലസ് V3 ഫോം, വുഡ് ഹാവ് പ്ലസ് V3 ഫോം. ഇനി നേരെ തിരിച്ചുമാണ്. വുഡ് ഹാവ് പ്ലസ് V3 ഫോം ആണ് മെയിൻ വെർബ് ക്ലോസിലെങ്കിൽ വി വുഡ് ഹാവ് അവോയ്ഡഡ് ദ ട്രാഫിക്. അപ്പോ വി ഹാഡ് ലെഫ്റ്റ് ഏർലിയർ. കണ്ടു, ഹാഡ് പ്ലസ് V3 ഫോം. ഇവിടെ നോക്കൂ, ഇഫ് ഷി ഹാഡ് നോൺ അബൌട്ട് ഹെർ പാർട്ടി, ഹാഡ് പ്ലസ് V3 ഫോം, ഹാഡ് പ്ലസ് നോൺ, ഷീ വുഡ് ഹാവ് കം. ഇത് അൺറിയൽ സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത്. നടന്നിട്ടേ ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ. ഒരു വിഷു പോലും ആണ്, പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല. നടന്നു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയണത്. ഞാൻ നേരത്തെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ആ എക്സാം പാസ്സായേനെ. ഞാൻ പഠിച്ചതുമില്ല, എക്സാം പാസ്സായതുമില്ല. അതാണ് 3 കണ്ടീഷൻ. ഓക്കെ, ഇനി ഒരു കണ്ടീഷനും കൂടിയുണ്ട്, സീറോ കണ്ടീഷൻ. സീറോ കണ്ടീഷനിൽ രണ്ട് ഭാഗത്തും V1 ഓർ S ഫോം ആയിരിക്കും. അതായത് ഇവിടെയും V1 ആയിരിക്കും, മെയിൻ ക്ലോസിലും V1 ആയിരിക്കും. ഇത് ജനറൽ ട്രൂത്ത്സ്, സയന്റിഫിക് ഫാക്ട്സ്, ഹാബിച്വൽ ആക്ഷൻസ്. സെർട്ടൻ, തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. ഇഫ് യു മിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യു വിൽ ഗെറ്റ് ഗ്രേ. നിങ്ങൾ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രേ ആണ് കിട്ടുക. വല്ല സംശയമുണ്ടോ? ഒരു ട്രൂത്താണിത്. അതല്ലെങ്കിൽ ഇഫ് യു ഹീറ്റ് ഐസ്, നിങ്ങൾ ഐസ് ചൂടാക്കിയാൽ ഇറ്റ് മെൽസ്. രണ്ടോടത്തും V1 ഓർ S ഫോം, രണ്ടോടത്തും. ഇവിടെ ഇഫ് യു മിക്സ് റെഡ് ആൻഡ് യെല്ലോ, റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? യു ഗെറ്റ് ഓറഞ്ച്. അവിടെ റെഡ് V1 ഫോമിലാണ്, ഗെറ്റും V1 ഫോമിലാണ്. അതായത് ഇഫ് ക്ലോസിൽ ഒന്നില്ലെങ്കിൽ V1 S ഫോം ആയിരിക്കും, മെയിൻ ക്ലോസിലും V1 S ഫോം ആയിരിക്കും. അപ്പൊ ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എന്താണ്? ഇവിടെ മാത്രമാണ്. ഇഫ് ക്ലോസിൽ V1 വന്നാൽ സീറോ കണ്ടീഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. V1 ഓർ S ഫോം ആണ് ഇഫ് ക്ലോസിൽ വരുമെങ്കിൽ, സീറോ കണ്ടീഷനിലും V1 ഓർ S ഫോം ആയിരിക്കും. അപ്പൊ V1 ഓർ S വരുമ്പോൾ ഈ രണ്ടെണ്ണം വരാം. V1 വരാം, അല്ലെങ്കിൽ വിൽ പ്ലസ് V1 വരാം, അല്ലെങ്കിൽ S ഫോം വരാം. ഇതെങ്ങനെ തിരിച്ചറിയാം? ഇഫ് ക്ലോസിൽ നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഒരു സയന്റിഫിക് ട്രൂത്ത് ആണോ? അതുപോലെ എന്തായാലും നിശ്ചയമായും സംഭവിക്കുമെന്ന് പറയുന്ന കാര്യമാണോ? ഇത് മോർ ലൈക്ലി ആണ്. ഇത് സെർട്ടൻലി, നിശ്ചയമായും നടക്കും. ഓക്കെ, ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്കിത് സിമ്പിളായി. ഈ 4 എണ്ണമാണ് ഇതിലാകെ വരുന്ന ക്വസ്റ്റ്യന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നന്നായി മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് മാർക്ക് തന്നെത്താൻ നമ്മുടെ പുറകോട്ട് പോരും. ഓക്കെ, ഇപ്പോ നോക്കൂ, നമുക്ക് നോക്കാം. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇവിടെ നോക്കുക, എന്താണ് ഇഫ് ക്ലോസിൽ വരുന്നത്? ഓക്കെ, ഇതാണ് തിരുവനന്തപുരം LDCക്ക് ചോദിച്ചത്. മുന്നത്തെ ചോദ്യങ്ങൾ ഒരുപാട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കി, നമ്മൾ ഹാഡ് മെയിൻ വെർബാണ്, അതിന്റെ ഒപ്പം വേറൊരു വെർബും വന്നിട്ടില്ല. സോ V2 ഫോം ആണ്. V2 ഫോം വന്നാൽ ഇവിടെ എന്താ വരിക? മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1. നോക്കുക, വുഡ് ഹാവ് വരില്ല, പോയി. വില്ല് വരില്ല, പോയി. വിൽ ബി വരില്ല, പോയി.
എന്ത് കിട്ടി? വുഡ് ഹെൽപ്പ്. ഈസി ആയിട്ട് കിട്ടില്ലേ കണ്ടീഷണൽ ക്ലോസ്? ഇംഗ്ലീഷ് എളുപ്പത്തിൽ പോരാൻ പറ്റാവുന്ന ഒരുപാട് എണ്ണം ഉണ്ട് ഇങ്ങനെ. ഓക്കെ, അടുത്തത് നോക്കൂ. ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ. ന്യൂ എന്ന് പറയുന്നത് നോ എന്ന് പറയുന്ന വെർബിന്റെ നോ, ന്യൂ, നോൺ. ഇതാണ് ഇറഗുലർ വെർബ. സാധാരണ ഇ ഡി ചേർത്തിട്ടാണ്, ഞാൻ പറഞ്ഞു. ഓക്കെ, ഇ ഡി ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ എന്തുണ്ടാക്കാറ്? വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഉണ്ടാക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ നോ, ന്യൂ, നോൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിന് ഇറഗുലർ വെർബ്സ് ആണ്. ആ ഫോം നമുക്കറിയാം പരിചയം കൊണ്ട് അല്ലെങ്കിൽ എടുത്ത് ഉപയോഗിച്ചും കൊണ്ട്. അപ്പൊ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ V2 ഫോമാണ്. ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ്, ഏതാ വരുന്നത് വെച്ചാൽ. ഇപ്പൊ ഇവിടെ വുഡ് അല്ല, ഇവിടെ ആവാം. ഇവിടെ പക്ഷെ ക്യാൻ പറ്റില്ല, കുഡേ പറ്റുള്ളൂ. അതല്ല, വുഡ് ഹാവ് വരില്ല, വെറും വുഡേ വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ വുഡ് ടെൽ യു ആണ്. ഇത്ര സിമ്പിളായി നമുക്കതിനെ കിട്ടി. ഇഫ് യു ഹാഡ് ഇനഫ് മണി യു ഡാഷ് എ കാർ. ഓക്കെ, ഇവിടെയും ചോദിച്ചിട്ടുള്ളത് എന്താ? ഹാഡ് ആണ്. നോക്കൂ എത്ര തവണത് പരീക്ഷയ്ക്ക് ചോദിച്ചു. +2 ലെവൽ പ്രിലിം സ്റ്റേജ് 3 2022 ചോദിച്ച ഒരാൾക്ക്, കണ്ടുപോയ ഒരാൾക്ക് തിരുവനന്തപുരത്തെ എക്സാം ഈസിയായി. ഇതാണ് ഞാൻ പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അധിക ചോദ്യങ്ങളും നിങ്ങളെ ബേജാറാക്കാൻ വേണ്ടി പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ തിരുവനന്തപുരം കൊല്ലവും മാത്രം ചെയ്താൽ പോരാ. പക്ഷെ ചെയ്യുന്നതോടൊപ്പം മുൻകാല ചോദ്യങ്ങളും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം ഈസി ആയിട്ട് പൊളിച്ചടക്കാം. അപ്പൊ ഇഫ് യു ഹാഡ് ഇനഫ് മണി യു ഡാഷ് എ കാർ. ഇതിന്റെ മുഴുവൻ, ഇതിന്റെ കംപ്ലീറ്റ് PDF, ഇതിൽ നിന്നുള്ള എക്സാം, ഓൺലൈൻ എക്സാം ഒക്കെ നമ്മുടെ വാട്സപ്പിൽ കിട്ടും. ആ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല എല്ലാ ദിവസവും അവിടെ മെറ്റീരിയൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പഠിക്കാനുള്ളത്. അതിൽ നിന്നൊരു എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, അതൊരു ഓർഡർ ആയിട്ടാണ് ആ എക്സാം ഒക്കെ നടന്നു പോവുക. നമ്മുടെ വാട്സപ്പിന്റെയും ടെലിഗ്രാമിന്റെയും ഒക്കെ ലിങ്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇഫ് യു ഹാഡ് ഇനഫ് മണി യു ഡാഷ് എ കാർ. ഇഫ് യു ഹാഡ്, അവിടെ ഹാഡ് V2 ഫോം ആണ്. ഹാഡിന്റെ ഒപ്പം വേറെ ആരും ഇല്ല. അതുകൊണ്ട് നമുക്കറിയാം വുഡോ കുഡോ ഒക്കെ ആവും വരിക. കുഡ് ബൈ ശരിയായിരിക്കാം. കുഡ് ഹാവ് ബോട്ട് പറ്റില്ല, ഹാവ് വരാൻ പറ്റില്ല, അവിടെ തെറ്റി. ക്യാൻ പറ്റില്ല, ഒരു ഹെൽപ്പിംഗ് വെർബും ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് കുഡ് ബൈ തന്നെയാണ്. ഇഫ് ദേ ഡാഷ് ദ മാർക്കറ്റ് ഇൻ ടൈം ദേ കുഡ് ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ്. ഇവിടെ ഇഫ് ക്ലോസിലാണ് ബ്ലാങ്ക് തന്നിട്ടുള്ളത്. മെയിൻ ക്ലോസിലെ വെർബ് എന്താ? കുഡ് ഗെറ്റ്. കുഡ് പ്ലസ് V1 ഫോം ആണ് അല്ലേ? കുഡ് പ്ലസ് V1 ഫോം ആണ്. വുഡോ കുഡോ ഒക്കെ വന്നിട്ട് V1 ഫോം വന്നാൽ എന്താ വരിക? ഈ ഫോം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 വന്നാൽ ഇഫ് ക്ലോസിൽ V2 അല്ലേ? ഇഫ് ക്ലോസിൽ V2 ആണ് വരിക. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഒരു ഹെൽപ്പിംഗ് വെർബും വേണ്ട, V2 വെർബ് മാത്രം മതി. റീച്ച് അല്ല, റീച്ച്ഡ് ആണ് ശരി. റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ് എന്താണ്? സാധാരണ റെഗുലർ വെർബാണ്, ഇറഗുലർ വെർബ് അല്ല. ഇ ഡി ചേർത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ഉണ്ടാക്കുന്നതാണ്. അത് 2021 റൂറൽ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ വന്നതാണ്. ഐ വുഡ് ഗോ ആൻഡ് മീറ്റ് ഹിം. ആദ്യം മെയിൻ ക്ലോസ് തന്നു, അങ്ങനെയും തരാം. എന്നിട്ട് ഇഫ് ക്ലോസ് തരാം. അവിടെ വുഡ് ഗോ ആണ്. വുഡ് വന്നാൽ, വുഡ് പ്ലസ് V1 വന്നാൽ നമുക്കറിയാം ഇഫ് ക്ലോസിൽ V2 ആണ് വരിക. അപ്പോ ഇൻവൈറ്റ് ആവില്ല, അത് V1 ആണ്. ഇൻവൈറ്റഡ് V2 ആണ്. ഹാഡ് ഇൻവൈറ്റഡ് പറ്റില്ല, ഹാഡ് പ്ലസ് V3 ഫോം വേണ്ട. അവിടെ ഇൻവൈറ്റ്സ് എസ് ഫോമും വേണ്ട. അതുകൊണ്ട് ഇൻവൈറ്റഡ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഹാഡ് പ്ലസ് V3. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താ വരിക? വുഡ് ഹാവ് പ്ലസ് V3. അതുകൊണ്ട് തന്നെ ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുഡ് ഹാവ്, ഏതാണ് അവിടെ വന്നിട്ടുള്ളത് വെച്ചാൽ. അപ്പൊ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. വുഡ് ഹാവ് വേണം, ഇവിടെയാണ് വുഡ് ഹാവ് വന്നിട്ടുള്ളൂ. വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. കണ്ടുവോ? ഹാഡ് ഹി ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ഹി ഡാഷ് എ ഫിലിം. ഇത് കണ്ട് പേടിക്കണ്ട. ഇവിടെ എവിടെ ഇഫ് ക്ലോസ് എന്ന് പേടിക്കണ്ട. ഇത് ഇഫ് ക്ലോസ് ആണ്. ഇൻവേർഷൻ എന്ന് പറയും. ഇൻവേർഷൻ. ഓക്കെ, അതായത് തേർഡ് കണ്ടീഷൻ നമ്മൾ പഠിച്ചല്ലോ. സീറോ കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, സെക്കൻഡ് കണ്ടീഷൻ ഉണ്ട്, തേർഡ് കണ്ടീഷൻ. നോട്ട് ലൈക്ലി, നടക്കാനേ എന്താണ് നടക്കാത്തത് ഒരു കണ്ടീഷൻ. അതായത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ. നമ്മളന്ന് അങ്ങനെ ചെയ്തില്ല.
അതുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ വിഷ് ചെയ്യും, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, അല്ലേ? അങ്ങനെ നമ്മൾ ആലോചിക്കും. അതൊക്കെ കുറെ കാലം മുന്നേ PSC തുടങ്ങിയിരുന്നെങ്കിൽ, നന്നായി പഠിച്ചിരുന്നെങ്കിൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും SCERT ബുക്കിൽ നിന്നാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയ്യോ എനിക്ക് കിട്ടിയേനെ, അങ്ങനെ തോന്നില്ലേ? അങ്ങനത്തെ തോന്നേണ്ട കാര്യമില്ല കേട്ടോ, ആവശ്യമില്ല. ഇപ്പൊ തന്നെ തുടങ്ങിയാൽ മതി. നിങ്ങളൊരു വർഷം നിരന്തരമായിട്ടൊന്ന് പഠിച്ചു നോക്കൂ. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. അപ്പോ ഹാഡ് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, ഇത് ഇഫ് ക്ലോസിന്റെ തേർഡ് ഫോമാണ്. അതെങ്ങനെയാണ്? അത് ഇൻവേർഷനിലൂടെയാണ് വരുന്നത്. എന്താണ് ഇൻവേർഷൻ? ഇൻവേർഷൻ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നോക്കൂ, ഹി ഈസ് റൈറ്റിംഗ്, ഹി ഈസ് റൈറ്റിംഗ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. അസർട്ടീവ് സെന്റൻസ് എന്ന് പറയും. ഒരു പീരിയഡ്, ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് അവസാനിച്ച് വരുന്ന സെന്റൻസ് അധികവും എന്തായിരിക്കും? അസർട്ടീവ് ആയിരിക്കും സെന്റൻസ് ടൈപ്പ്. ഒരു പ്രസ്താവന അവൻ എഴുതുന്നു. ഈ പ്രസ്താവന എന്ന് കേൾക്കുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പത്രത്തിൽ വരുന്ന പ്രസ്താവനയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവന. നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൻ ഒരു കുട്ടിയാണ്, അതൊരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്. ഒരു ഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അല്ലാത്ത കാര്യത്തെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഇൻവേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈസിനെ കൊണ്ടുപോയി മുന്നേ നിർത്തുന്നു. ഈസ് ഹി റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആയി. ഇതാണ് ഇൻവേർഷൻ. അതായത് ഈ ഈസ് എന്ന് പറയുന്നത് മെയിൻ വെർബമായിട്ടും ഹെൽപ്പിംഗ് വെർബായിട്ടും വരും. ഈസ്, വാസ്, ആം, ആറ്, വാസ്, വേറ്, ഹാഡ്, ഹാവ്, ഹാസ്, വില്ല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാള്, ഇതൊക്കെ ഹെൽപ്പിംഗ് വെർബാണ്. മെയിൻ വെർബിന്റെ ഒപ്പം വരാം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് മെയിൻ വെർബുമാണ്. പക്ഷെ ഇവിടെ റൈറ്റിംഗ് എന്നുള്ള വെർബിന്റെ ഒപ്പം നിൽക്കുമ്പോൾ അത് ഹെൽപ്പിംഗ് വെർബാണ്. സാധാരണ ഇംഗ്ലീഷിലുള്ള പാറ്റേൺ ഏതാ? സാധാരണ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ്, വെർബ് കഴിഞ്ഞ് ഒബ്ജക്റ്റ്, അല്ലേ? മലയാളത്തിൽ അങ്ങനെയല്ല. രാമ, കിൽഡ്, രാവണ, കണ്ടോ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാ. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. രാമൻ രാവണനെ കൊന്നു, കണ്ടോ? സെന്റൻസിന്റെ കൺസ്ട്രക്ഷനെ മാറി. സബ്ജക്റ്റ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ്. കണ്ട? ആ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഹെൽപ്പിംഗ് വെർബ് വരും. ഹെൽപ്പിംഗ് വെർബ് വരുമ്പോൾ അതും ആർക്ക് ശേഷമാണ് വരിക? സബ്ജക്റ്റിന് ശേഷമാണ് വരിക. പക്ഷേ സബ്ജക്റ്റിന് മുന്നിലേക്ക് ഹെൽപ്പിംഗ് വെർബിനെ കൊണ്ടുവരുന്നതാണ് ഇൻവേർഷൻ. അങ്ങനെ ഇൻവേർഷൻ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ക്വസ്റ്റ്യനിൽ എപ്പോഴും ഹെൽപ്പിംഗ് വെർബ് ആരുടെ മുന്നിലായിരിക്കും? സബ്ജക്റ്റിന്റെ മുന്നിലായിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഇൻവേർഷൻ നടക്കുന്ന മറ്റൊരു സന്ദർഭമാണ് എന്തെന്ന് പറയുന്നത്? ഇഫ് ക്ലോസിലെ തേർഡ് കണ്ടീഷൻ. ഭാഷയിലെ കുറച്ച് വിക്രസൊക്കെ ഉപയോഗിച്ച് രസകരമാക്കി മാറ്റുക, അല്ലേ? കൊന്നു ഞാൻ അവനെ. ഞാൻ അവനെ കൊന്നു എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ കൊന്നു ഞാൻ അവനെ, അല്ലേ? നാടകത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ? ചിലപ്പോൾ എത്തും. ഞാൻ പറയുന്നത് പോലെയല്ല. അതൊക്കെ നല്ല വോയിസ് മോഡുലേഷനോട് കൂടി അവതരിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ആ കൊല്ലലിന്, അവിടെ ആ ക്രിയയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുകയാണ്. അങ്ങനെ ചില പൊടിക്കൈ ഉപയോഗിച്ചും കൊണ്ട് ഭാഷയെ കുറച്ചുകൂടി മനോഹരമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ. എന്താ ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുള്ളത് ഹാഡ് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നോക്കാം. ഞാനൊന്ന് എഴുതി വെക്കാം. ഇവിടെ ഹാഡ് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഇവിടെ ഇൻവേർഷൻ കാണാം. എന്താ? ഹീക്ക് ശേഷം വരേണ്ട ആളാണ് ഹാഡ്. തല തിരിച്ചിട്ടിക്കുക. ശരിക്കും ഇത് ഈഫ് ഹി ഹാഡ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി എന്നാണ്. അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് V3 ഫോം ആണ്. നമ്മൾ ഇതിനെ ഇൻവേർഷൻ നടത്തുമ്പോൾ ഈ ഈഫിനെ ഒഴിവാക്കി എന്നേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ഇൻവേർഷൻ നടന്ന എല്ലായിടത്തും ഇങ്ങനെ ഇൻവേർഷൻ നടത്താൻ പാടില്ലട്ടാ. ഈ തേർഡ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇൻവേർഷൻ നടത്താം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് പല സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുക. ഭാഷ അതിൻ്റെ ഒരു യുക്തിയെക്കുറിച്ച് വേണമെങ്കിൽ അളന്നു പോവാം നമുക്ക്. പക്ഷെ നമ്മുടെ PSCക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇൻവേർഷൻ നടന്നു എന്ന് പറയുന്നത്? തുറക്കാനാണ്. ആ കൺസെപ്റ്റ് മനസ്സിലായാൽ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കും. ഒരു പശ്ചാത്തലത്തിൽ, ഒരു കോണ്ടെക്സ്റ്റിൽ കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കുക.
അല്ലാതെ നമ്മുടെ മീഡിയാസിലോ, എല്ലാ മീഡിയാസും അല്ല പറയണത്, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാർ അപ്പുറത്തോ ഇപ്പുറത്തോ പറയുന്നത് പോലെ ആ കോണ്ടെക്സ്റ്റിൽ നിന്നൊരു കാര്യത്തെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ അതിന് സന്ദർഭത്തിലല്ലാത്തൊരർത്ഥം കിട്ടും. ആ സന്ദർഭത്തെ മനസ്സിലാക്കി, ഓക്കെ, അപ്പൊ കൺസെപ്റ്റിനെ മനസ്സിലാക്കി കാര്യം പഠിച്ചെടുത്താൽ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ, അതായത് നമ്മൾ എന്തിലും, മനുഷ്യന്റെ ഒരു പ്രധാന സ്വഭാവം എന്താ, കാര്യങ്ങളിലൊക്കെ പാറ്റേൺ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. എന്തൊരു കാര്യത്തിലും ഒരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കും, അല്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നിങ്ങൾക്കറിയാലോ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ എപ്പോഴും എന്താണ്, അല്ലെ, ഇടത്തെ കാലത്തിൽ പാഡ് കെട്ടിയിട്ടേ മൂപ്പര് ഇറങ്ങും. മൂപ്പര് ഒരു പാറ്റേൺ, അങ്ങനെ പാഡ് കെട്ടി ഇറങ്ങി എന്നൊക്കെ മൂപ്പര് ജയിച്ചിട്ടുണ്ട് എന്നാണ് മൂപ്പരുടെ വിശ്വാസം. അത് ശരിയായ വിശ്വാസമാണോ തെറ്റായ വിശ്വാസമാണോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. അല്ലെങ്കിൽ പൂച്ച കുറുകെ ചാടിയാൽ അന്നത്തെ ദിവസം മോശമാണ്. ഇതൊരു പാറ്റേൺ കണ്ടെത്തലാണ് ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ഇങ്ങനെ പാറ്റേൺ കണ്ടെത്തിയാൽ അവിടെ ഉറച്ചു നിൽക്കും. ശരിയാണോ തെറ്റാണോ എന്നല്ലട്ടെ ഞാൻ പറയുന്നത്, ഇവിടെ ശരിയാണ്, ഈ സന്ദർഭത്തിൽ ശരിയാണ്. പൂച്ച കുറുകെ ചാടണമല്ലട്ടെ ഞാൻ പറഞ്ഞത്, ഹാർഡ് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ഇതെല്ലാറ്റിലും അതെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാറ്റുവേല ഉണ്ടായിരുന്നു, ഒരു പാറ്റേൺ കണ്ടെത്തിയാണ്. അപ്പൊ പാറ്റേൺ കണ്ടെത്തുന്നത് മനുഷ്യന് അതിജീവനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അങ്ങനെ പാറ്റേൺ കണ്ടെത്തുന്നത് കൊണ്ടാണ് പല ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് കഴിച്ചിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു പാറ്റേൺ നമ്മൾ സൃഷ്ടിക്കും, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ PSC എഴുതിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ PSC എഴുതിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഞാൻ അതിലൊരൊറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഏറ്റവും പ്രധാനമായി PSCക്ക് വേണ്ടത് നിങ്ങൾ ഇന്റലിജന്റ് ആയിരിക്കുക എന്നുള്ളതല്ല, നിങ്ങളൊരു ശരാശരി ആളായാൽ മതി. ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളൊന്നും അങ്ങനെ PSC എഴുതി കിട്ടാറില്ല. അതെന്താ കാരണം? അവർ കൺസിസ്റ്റൻസി പലപ്പോഴും കുറവായിരിക്കും അവർക്ക്. അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിരന്തരം പഠിക്കുക. നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഞാനൊന്ന് പറയാം, വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. പലരും ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ അതിങ്ങനെ പറയണെന്നുള്ളത്. എൻ്റെ തൊഴിലാണത്, അല്ലേ? ആ തൊഴിലാണ്ടുമാണ് ഇതുപോലത്തെ യൂട്യൂബ് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നത്. ജസ്റ്റ് നിങ്ങൾ കേട്ടിരിക്കുന്നവർ, ആദ്യമായി കേൾക്കുന്നവർ ഒന്ന് കേൾക്കുക, അല്ലാത്തവർ നിങ്ങൾ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് പോയിക്കോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത. അതിൽ നമ്മൾ കൃത്യമായി, ഞാൻ ഒരു ഫീച്ചർ മാത്രമാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മൾ കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? അവിടെ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ നമ്മുടേതാ മാത്രമായ നമുക്കൊന്ന് പറയാം ഹാബിറ്റ് ട്രാക്കർ. നിങ്ങളുടെ ഹാബിറ്റിനെ ശരിപ്പെടുത്തിക്കൊണ്ട് കൺസിസ്റ്റൻസി, പഠനം എന്നുള്ള ഒരു സ്വഭാവം നിങ്ങളിലേക്ക് ഉറപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക്. ഇത് ഞങ്ങളുടെ മെന്ററിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, വളരെ സ്മൂത്തായിട്ട് ആ ശീലം നിങ്ങളിലേക്ക് എത്തും. അതിന് ട്രിഗർ ചെയ്യാനുള്ള ഒന്നാണ് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്യാൻ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പല ശീലങ്ങളും തുടങ്ങുന്നത് ഒരു ട്രിഗറിൽ നിന്നാണ്. ഒരു ട്രിഗർ, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഊരി വയ്ക്കും. എന്താ കാരണം? അവിടെ വീടിൻ്റെ പടി കാണുമ്പോൾ ഒരു ട്രിഗറാണ്, ഒരു സ്ഥലമായിരിക്കാം, ഒരു സന്ദർഭമായിരിക്കാം. രാവിലെ എണീറ്റാൽ ഉടനെ പല്ല് തേക്കും, പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ കുളിക്കും, അല്ലേ? അങ്ങനെ ഒരു ട്രിഗർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എന്ത് വന്നാലും നിങ്ങൾക്ക് ഇനി എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ പല്ല് തേക്കാതിരിക്കാറുണ്ടോ? ഓക്കെ, ഒരു നായ പിന്നാലെ ഓടുകയാണെങ്കിൽ പോലും രണ്ട് ചെരുപ്പും പെട്ടെന്ന് കാലിൽ നിന്ന് ഊരിയിട്ടാവും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക. അതെന്താ? അതൊരു ഹാബിറ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. അതുപോലെ പഠനം ഒരു ഹാബിറ്റായിട്ട് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിനുവേണ്ടി നമുക്കൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. അത് വെച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. നിങ്ങൾക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ഒരു ദിവസത്തെ ശരാശരി പഠനത്തിലേക്ക്, നിങ്ങൾ തൊഴിലെടുക്കുന്ന ആളായിരിക്കാം, നിങ്ങൾ വീട്ടമ്മയായിരിക്കാം. വീട്ടമ്മ തൊഴിലെടുക്കുന്നില്ല കേട്ടോ, അവർക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിലെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് നിങ്ങൾ ജോലിക്ക് പോകുന്ന എന്തായിരിക്കാം, ഒരു വീട്ടിലെ ബ്രെഡ് ഏണർ ആയിരിക്കാം. ഇതൊന്നും അവസാനിപ്പിക്കേണ്ട കേട്ടോ, ഇതൊന്നും അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ചുറ്റുപാടിനെ മറന്നുകൊണ്ടുള്ള ഒരു കളിയും നമ്മൾ നിൽക്കണ്ട. ഓക്കെ, എന്നിട്ട് ജോലി ഉപേക്ഷിച്ചിട്ട് ചിലർ PSCക്ക് പോകും, ജോലി കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കും, എന്നിട്ട് PSC പഠനം. അപ്പോൾ എന്തായി? സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ചാടി. അപ്പം 2 ടെൻഷനായി. ജോലിയില്ല, ഇത് കിട്ടുമോ കിട്ടില്ലേ, ആകെ അതൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് അർജൻസി ഇല്ലാതിരുന്നാൽ മതി. എന്താണ് ഈ അർജൻസി? 3 മാസം കൊണ്ട് PSC, 2 മാസം കൊണ്ട് PSC, അര ദിവസം കൊണ്ട് PSC. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ അതിൻ്റെ നാച്ചുറൽ ലോക്ക് എതിരാണ്. അവിടെ നിങ്ങൾ വളരെ കൂളായി എനിക്കൊരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ ഞാൻ PSCക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസിയാണ് കീ PSCയിൽ. ഞാൻ എൻ്റെ എത്ര അനുഭവം എന്ന് പറയണേ, ആ കൺസിസ്റ്റൻസി ഉറപ്പിക്കാനുള്ള
തീർത്തും സയൻറ്റിഫിക്കായ രീതിയിൽ നിങ്ങൾക്ക് സജഷൻ തരുന്ന, ദിവസവും നിങ്ങൾക്ക് സജഷൻ തരുന്ന ഒരു സംവിധാനമാണ് ഹാബിറ്റ് ട്രാക്കർ. അങ്ങനെ ഹാബിറ്റ് ട്രാക്കർ ഉൾപ്പെടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളുമുള്ള മെൻറ്ററിംഗ് ഉള്ള എല്ലാ സംവിധാനവുമുള്ള കോഴ്സ് ഇപ്പോൾ 3500 രൂപയ്ക്കാണ്. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് ഒരു ഇൻവേർഷൻ ആണ്. ഹാഡ് ഹി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇഫ് ഹി ഹാഡ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി എന്നാണ്. ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ഹാഡ് പ്ലസ് V3 വന്നാൽ, നോർമലി ഹാഡ് പ്ലസ് V3 ഫോം വന്നാൽ എന്താണ്? മറ്റോടത്ത് വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. അവിടെ ഏതാ? വുഡ് ഹാവ് ഡയറക്റ്റഡേ ഉള്ളൂ വുഡ് ഹാവ് വരുന്നത്. സോ അവിടെ നമുക്ക് ആൻസർ കിട്ടി, വുഡ് ഹാവ് ഡയറക്റ്റഡ് ആണ്. വേറെ ഒന്നും പറ്റില്ല. ഇവിടെ വുഡ് ഹാവ് ഇല്ല, ഇവിടെ വിൽ ഡയറക്റ്റേ ഉള്ളൂ, ഇവിടെ ഡയറക്റ്റേ ഉള്ളൂ. എന്നിട്ട് ചോദിച്ചു ഏത് ഓപ്ഷനാ കറക്റ്റ്? ഓൺലി 3. ഓപ്ഷൻ സിയിൽ നമ്മൾ ആൻസർ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇൻവേർട്ടഡ് തേർഡ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായി തേർഡ് കണ്ടീഷനിൽ ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹാഡ് പ്ലസ് V3 ഫോം. എപ്പോഴാ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക? ജസ്റ്റ് പറയുമ്പോൾ അത് പറയണല്ലോ. എപ്പോഴാണ് ഈ ടെൻസ് ഒക്കെ നമുക്ക് ഈസിയാണ് മക്കളെ. ടെൻസ് ഒക്കെ നമ്മൾ ഈസിയാണ്. അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കാണാപ്പാഠം പഠിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വെറും V2 ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് സാധാരണയായി ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുക. സിമ്പിൾ ആയ ഒരു കാര്യം പറയാം. 2 ഇവന്റുകൾ നടന്നു. 2 ഇവന്റ് അല്ലേ? ഒന്നിപ്പോ നമുക്കൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. എന്താണ്? റെയിൽവേ സ്റ്റേഷനിൽ പോവും, വഴുകിയെത്തും. നേരത്തെ ഇല്ല, ട്രെയിനേ വഴുകിയിട്ടാ. അപ്പൊ നമ്മളൊന്ന് വഴുകിപ്പിക്കും. ആ സമയത്ത് അന്ന് ട്രെയിൻ ചിലപ്പോൾ കറക്റ്റ് ടൈമിന് വന്നു എന്ന് വരും. അപ്പൊ 2 ഇവന്റ് അവിടെ നടന്നു. 7 മണി, സമയം 7 മണി. ഇതൊന്ന് വിട്ടുപോകണേ. ഇതും PSC പരീക്ഷയ്ക്ക് വരുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. 7 മണിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ. 7 മണിക്ക് എത്തി. ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ ട്രെയിനിന്റെ കറക്റ്റ് ടൈം 6:50. അന്ന് ഈ ചങ്ങാതി കറക്റ്റ് 6:50 പോയി. നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ? ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. അതൊരു പാറ്റേണാ. ഐ റീച്ച്ഡ് സ്റ്റേഷൻ, ട്രെയിൻ ലെഫ്റ്റ്. 2 സംഭവങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ സാധാരണയായി നമ്മൾ V2 ഫോമിൽ ഉപയോഗിച്ചാൽ മതി. ഇറ്റ് റെയിൻഡ് എസ്റ്റർഡേ എന്നേ പറയുള്ളൂ. ഇറ്റ് റെയിനിങ് എസ്റ്റർഡേ എന്നോ ഇറ്റ് റെയിൻസ് എസ്റ്റർഡേ എന്നോ പറയില്ല. ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയും. അത് വേറെ കേസ്, പോട്ടെ. എന്തായാലും റെയിൻസോ ഉപയോഗിക്കില്ല പാസ്റ്റിൽ. അപ്പൊ രണ്ടോടത്തും ഞാൻ V2 ഫോമാ പറഞ്ഞത്. പക്ഷെ ഇതിൽ ഒരു കാര്യം ആദ്യം നടന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് പറയും? വെൻ ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ, the train had left. കണ്ട, ഒരു ഹാഡ് ചേർത്ത്. ഇത്രേ ഇംഗ്ലീഷ് ഗ്രാമറിലുള്ളൂ. ഞാൻ PSC പഠിപ്പിക്കാനും പണ്ട് ട്യൂഷൻ സെന്ററിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് കേട്ടാ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. എൻ്റെ ഇംഗ്ലീഷൊക്കെ വളരെ മോശമായിരുന്നു. എൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെ കറക്റ്റ് ആയിരിക്കില്ല. ക്ഷമിച്ചോളാം, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നവർ. പക്ഷെ PSCക്ക് ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ. നമ്മുടെ സ്കോപ്പിനനുസരിച്ച് പഠിച്ചാൽ പോരെ അല്ലേ? നോക്കൂ, ഇവിടെ എന്താണ് ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ പെയ്ഡ് എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാത് പെയ്ഡാണ് എന്ന്. നമുക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. എനിക്കോ നിങ്ങൾക്കോ ആർക്കും എന്തിലും ഇമ്പ്രൂവ് ചെയ്യാം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ആർക്കും മാറാനുള്ള ഒരു വൈഭവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് ജന്മന ഉണ്ട്. നിങ്ങളത് പ്രയോഗിച്ചാൽ മതി. നിങ്ങൾ കണക്കിലും ഇംഗ്ലീഷിലൊന്നും മോശമല്ല. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക്, നിങ്ങൾ വളരെ കുറഞ്ഞ ആൾക്കാർക്കല്ലേ ഇത് അപകടം പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇത് പറയാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഞാനിങ്ങനെ പഠിപ്പിച്ചിട്ട് തന്നെയാണ്. ഏറ്റവും നല്ല ലേണിംഗ് മെത്തേഡ് എന്താ? ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിലേക്ക് വന്നാൽ അതിന് നമ്മൾ പ്രൊവിഷൻ ഒരുക്കി തരുന്നുണ്ട്. ഒരാളുടെ സംശയം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞതല്ല, നൊബൽ ലോറേറ്റ് പറയുന്നതാണ്. ഫീമാൻ ലെക്ചേഴ്സ് ഓഫ് ഫിസിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട
പ്രഭാഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ, സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു +2 വിദ്യാർത്ഥിയൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഫീമെയിൽ ലെക്ചേഴ്സ് ഓഫ് ഫിസിക്സ്, നൊബൽ ലോറേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, എന്താണ്? ടീച്ചിങ്. ഏറ്റവും നന്നായി നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റുക ടീച്ച് ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്ക് വൈറ്റ് സ്പേസ് ഉണ്ടായിരിക്കും. നമുക്ക് ആ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതൊരു തൊഴിലായി മാത്രം കണ്ടാൽ പോരാ. ഒരു തൊഴിൽ തന്നെയാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, തൊഴിൽ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അത് ആ തൊഴിലായി മാത്രം കണ്ടാൽ പോരാ, അവിടെ ഒരു പാഷൻ വേണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു തൊഴിലിലും നമുക്കൊരു പാഷൻ വേണം. ചുരുക്കം പറഞ്ഞാൽ പാഷൻ ഉള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ മതി. അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത് ആർക്കും ഇവിടെ എത്താൻ പറ്റും. അത് പഠിപ്പിച്ചിട്ടേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അതിനൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിക്കിൾ ആണ് ഇതിന്റെ ഇൻവെർട്ടഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് എങ്ങനെ വരും? ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പറയാം, ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി ഐ വുഡ് ഹാവ് ഗോൺ. ഇവിടെ നോക്കൂ, ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം. ഇതിനെ ഈഫിനെ ഒഴിവാക്കി ഈ ഹാഡിനെ പിടിച്ച് മുന്നോട്ട് നിർത്തിയാൽ ഹാഡ് ഐ നോൺ അബൌട്ട് ദ പാർട്ടി, ആ ഫോമും ഹാഡ് പ്ലസ് V3 ആണ്. അവിടെയും വരിക വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അധിക പ്രസംഗം നടത്തുന്നതായി തോന്നുന്നുണ്ടോ? ചങ്ങാതി അങ്ങോട്ടും ഇങ്ങോട്ടും പോണു. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത്, ഹാഡ് ടോൾഡ് ആണ്, ഹാഡ് പ്ലസ് V3 ഫോം ആണ്. ഹാഡ് പ്ലസ് V3 ഫോം വന്നാൽ അവിടെ വുഡ് ഹാവ് ആണ്. അടുത്തു തുടങ്ങിയല്ലേ? ഇതന്നെ ഒരു കാര്യം എത്ര പ്രാവശ്യമായിട്ട് PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്നത്. ഞാൻ എന്നിട്ട് കുറച്ചിക്കുക. ഹാഡ് പ്ലസ് V3 ഫോം, വുഡ് ഹാവ്, ദേ വുഡ് ഹാവ് ബിലീവ്ഡ്. കംപ്ലീറ്റ് ദ കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് യു ഡാഷ് ദ മെഡിസിൻ യു കുഡ് ഹാവ് വാക്സിനേറ്റഡ്. മെയിൻ ക്ലോസിൽ കുഡ് ഹാവ് വന്നാൽ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3. അപ്പൊ ഈ ഹാവ് എന്തായി മാറി? ഹാഡായി മാറി. ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാവ് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ മെയിൻ വെർബ് ഹാവ് ആണ്. അതുകൊണ്ട് ഹാഡ്. ഈ ഹാഡ് എവിടെ നിന്ന് വന്നു? ഹാഡ് പ്ലസ് V3 ഹാഡിൽ നിന്ന് വന്നു. ഈ ഹാഡ്, രണ്ടാമത്തെ ഹാഡ് എവിടെ നിന്ന് വന്നു? ഹാവ് ആണ് അവിടുത്തെ മെയിൻ വെർബ്. അപ്പൊ മെയിൻ വെർബും ഹെൽപ്പിംഗ് വെർബും ഒന്ന് തന്നെ. അപ്പോ ഹാവിന്റെ V3 ഫോം ഹാഡാണ്. അങ്ങനെ ഹാഡ് വന്നു. ക്ലിയർ? ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എത്ര തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര തവണ ബൗൺസ് ചെയ്യുന്നു. ദൃഷ്ടാന്തം ഇതാ നിങ്ങളുടെ മുന്നിൽ. അങ്ങനെയല്ലേ നിങ്ങൾ റേഷണൽ ആയിരിക്കണം. റേഷണലി ഇറേഷണൽ ആണ് നമ്മളെന്ന് പറയും. അങ്ങനത്തെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, റേഷണലി ഇറേഷണൽ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എപ്പോഴും റേഷണൽ ആയിരിക്കണം. PSC കിട്ടുമോ? നിങ്ങൾ റേഷണലായി ചോദിക്കുക. നിങ്ങൾ വികാരത്തെ മുൻനിർത്തി ചോദിക്കല്ലേ. നിങ്ങളുടെ അർജൻസി കൊണ്ട് 3 മാസം കിട്ടുമ്പോൾ റേഷണലായിട്ട് ചോദിക്കണം. നിങ്ങൾ ഒരു കുന്തുവറിയില്ലേ നിങ്ങൾക്ക് PSCയിൽ? 3 മാസം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമിതമായ പൂതിയാണ്. സംഭവിച്ചേക്കാം നിങ്ങൾ അത്ര ഇന്റലിജന്റ് ആണെങ്കിൽ. ഞാൻ അല്ല എന്ന് പറയണില്ല. എന്നെ പോലുള്ള സാധാരണക്കാരാണല്ലോ ഈ നാട്ടിൽ 90% ആളുകൾ. അത് കേട്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാ കിട്ടുമോ? കിട്ടും. എല്ലാ ദിവസവും പഠിച്ച് 1 വർഷമാണ്. പിന്നെ സ്പെഷ്യൽ ചില എക്സാമുകളുണ്ട് ചിലത്, അല്ലെങ്കിൽ ധാരാളം വായനയുള്ള ആളുകൾ, ആ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും അവർക്ക് ജനറൽ നോളേജിലൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പക്ഷെ നമ്മളിൽ ബഹുഭൂരിഭാഗവും അങ്ങനെ പരന്ന വായനയോ ഒന്നുമില്ലാത്ത നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അപ്പൊ സാധാരണക്കാർക്ക് ഇത് സാധിക്കുമോ? സാധിക്കും. നമുക്കൊരു അസാധാരണക്കാരനാവാം ശ്രമം നടത്തിയാൽ. അപ്പൊ ഇവിടെ ആ പാറ്റേൺ എവിടെയും നിങ്ങൾ റേഷണലായി ചിന്തിക്കുക. ഒരു ശരിയായ പാറ്റേൺ ഉണ്ടോ? ഓക്കെ, അന്ധവിശ്വാസങ്ങളല്ല, അല്ലെങ്കിൽ വെറുതെയുള്ള വിശ്വാസങ്ങളല്ല, യുക്തിപൂർവ്വം ചിന്തിക്കുക. ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ PSC പരീക്ഷയിൽ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. എങ്ങനെ? ആത്മവിശ്വാസം നിങ്ങളെ രക്ഷിക്കും. അല്ലാതെ അബദ്ധവിശ്വാസങ്ങൾ നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു, PSC പഠിക്കുന്നേ ഇല്ല, നിങ്ങൾക്ക് PSC പരീക്ഷ കിട്ടില്ല. അപ്പൊ പറയും ഭാഗ്യമാണെന്ന്. വെറുതെ പറയാണ്. ഞാൻ PSC എഴുതിയിട്ടുണ്ട്. 18 വർഷക്കാലം സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു ഭാഗ്യശാലിനെയും കണ്ടിട്ടില്ല. ഒരാൾക്ക് ഒരിക്കൽ PSC കിട്ടിക്കഴിഞ്ഞാൽ മറ്റു പലതിലും കിട്ടുന്നതും കണ്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിലും കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ കാര്യത്തിലും കണ്ടിട്ടുണ്ട്. ഭാഗ്യമാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് ഒറ്റ പ്രാവശ്യമല്ലേ അടിക്കുള്ളൂ.
അത് കിട്ടാത്തവർ മെനഞ്ഞുണ്ടാക്കുന്ന കഥയാണ്. ക്ലിയർ? നിങ്ങൾക്ക് കിട്ടും. സക്സസ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുക, കിട്ടാത്തവരോട് കാര്യം ചോദിക്കരുത്. ഓക്കെ, അപ്പൊ ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ്. വുഡ് ഹാവ് പ്ലസ് V3 ഫോം. വുഡ് ഹാവ് പ്ലസ് V3 ഫോം വന്നു കഴിഞ്ഞാൽ ഇഫ് ക്ലോസിൽ എന്താ വരിക? അത് മെയിൻ ക്ലോസ് ആദ്യം വന്നു. ഹാഡ് പ്ലസ് V3 ഫോം. ഹാഡ് പ്ലസ് V3 ഫോം എവിടെയാ? ഇവിടെ ഹാഡ് ഇല്ല കോൾഡിന്റെ മുന്നിൽ. ഇവിടെ വുഡ് ആണ്, അത് വേണ്ട. ഇവിടെ വെറും കോളാണ്, വേണ്ട. ദാ യു ഹാഡ് കോൾഡ്. ഇത്രയും നോക്കണ്ടുള്ളൂ. എന്താണ് ഈ ചങ്ങാതിയുടെ സ്ഥിതി എന്നേ നോക്കണ്ടുള്ളൂ. അടുത്തതോ, ഇഫ് ഐ വേർ യു. നേരത്തെ ഞാൻ പറഞ്ഞത് ഐ വാസ് യു എന്നല്ലേ വേണ്ടത്? അല്ല, ഇതിനെ ഹിപ്പോത്തറ്റിക്കലാണ്. ഹിപ്പോത്തറ്റിക്കലാണ്. ഒരു സാങ്കല്പികമായ അവസ്ഥ വന്നാൽ നിങ്ങൾ ഐൻ്റെ ഒപ്പം വേറാണ് ഉപയോഗിക്കേണ്ടത്. ഹീൻ്റെയും ഷീൻ്റെയും ഒക്കെ ഒപ്പം വേറാണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഐ വേർ യു, എനിക്ക് നിങ്ങളാവാൻ പറ്റുമോ? പറ്റുമോ? ONV പറയുന്നുണ്ട് ഓരോ മനുഷ്യനും ഒരു ഇതിഹാസമാണ് എന്ന്. യുണീക്കാണ്. നിങ്ങളൊക്കെ യുണീക്കാണടോ. നിങ്ങളൊരു ഇതിഹാസമാണ്. ONV തമാശയ്ക്ക് പറയണതല്ല. നമ്മളൊക്കെ ഓരോ ഇതിഹാസമാണ്. നമ്മുടേതായ ജീവിത കഥകളാൽ, നമ്മുടെ അനുഭവങ്ങളാൽ, നമ്മുടെ സ്കിൽ സെറ്റിനാൽ. നിങ്ങൾ കാണുന്ന മൊബൈലിനെക്കാട്ടും പവറാണ് നിങ്ങളുടെ കണ്ണ്. നിങ്ങൾ ലോകത്ത് നടക്കുന്ന ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കാട്ടിലും ഭാവനാപൂർണമായ ഒരു മസ്തിഷ്കമാണ് നിങ്ങളുടേത്. ഞാനിത് പറയുന്നത് വെറുതെ കവി പറഞ്ഞത് കൊണ്ടല്ല, സയൻസ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. പക്ഷേ ഞാൻ സയൻസിൻ്റെതും വിശ്വാസത്തെ വിശ്വാസവുമായിട്ട് കൂട്ടിക്കലർത്താറില്ല. ഇഫ് ഐ വേർ യു, ഇത് എനിക്ക് നിങ്ങളാവാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് ഞാനാവാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എൻ്റെ ചില പാറ്റേൺസ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, നിങ്ങളുടെ ചില പാറ്റേൺസ് എനിക്ക് കോപ്പി ചെയ്യാം. നല്ലത് മാത്രം കോപ്പി ചെയ്യാൻ നോക്കുക. ഇഫ് ഐ വേർ യു ഹിപ്പോത്തറ്റിക്കലാണ്. ഇങ്ങനെ ഹിപ്പോത്തറ്റിക്കൽ സാങ്കല്പികമായ ഒന്ന് വന്നാൽ ഐയോടൊപ്പം വാസ് അല്ല വേറാണ് ഉപയോഗിക്കേണ്ടത്. പരീക്ഷയ്ക്ക് വരാറുണ്ട്. സമയം കുറച്ച് നീണ്ടതുകൊണ്ട് ഞാൻ ഇനി അവിടേക്ക് പോകുന്നില്ല. എന്താണ് ഹിപ്പോത്തറ്റിക്കൽ? അത് നമുക്ക് പറയാം. ഇഫ് ഐ വേർ യു, അതുകൊണ്ട് വേർ തന്നെ ഉപയോഗിക്കുക. പക്ഷെ ഹിപ്പോത്തറ്റിക്കൽ ആയിരിക്കണം. അപ്പൊ വേർ എന്ന് പറഞ്ഞാൽ V2 ഫോം ആണ്. ഇവിടെ മെയിൻ വെർബ് തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹാഡ് പ്ലസ് V3 ഫോം ആണ് വേണ്ടത്. സോറി, വുഡ് പ്ലസ് എന്താണ് വേണ്ടത്? V1 ഫോം ആണ് വേണ്ടത്. അപ്പോ ഐ, അവിടെ നോട്ടൊക്കെ വന്നാൽ വുഡിൻ്റെ നോട്ട് എപ്പോഴും ഇടയിലായിരിക്കണം. ഹെൽപ്പിംഗ് വെർബിന്റെയും മെയിൻ വെർബിന്റെ ഇടയിലായിരിക്കണം നോട്ട്. നോട്ട് പോക്കറ്റിലല്ലേ വെക്കുക. രണ്ടെണ്ണത്തിന്റെ ഇടയിലല്ലേ വെക്കുക. അതുപോലെ നോട്ട് എപ്പോഴും ഇതിന്റെ ഇടയിലാണ്, വുഡിന്റെയും. അപ്പോ ഐ വുഡ് ഹാവ് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. ഇവിടെ V2 ഫോം ആണ്. വുഡ് ഹാവ് വരേണ്ട ആവശ്യമില്ല. വുഡ് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. വുഡിന്റ് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. വുഡ് പ്ലസ് V1 ഫോം. മറ്റൊക്കെ വുഡിന്റെ ഹാവ് വേണ്ട. വുഡിന്റെ റിപ്പീറ്റഡ്. എവിടെ തെറ്റിയത്? ഇത് V2 ഫോമാ. വുഡിന് ശേഷം V1 ഫോമേ ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കാൻ പാടൂ. അതുകൊണ്ട് അവിടെയും തെറ്റി. അതുകൊണ്ട് ഇത് മാത്രമാണ് ശരി. ഓക്കെ, അപ്പൊ ഇവിടെ വുഡിന്റ് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ് എന്നാണ് വരിക. ഇനി എന്താണ് ഹിപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് തരത്തിലുള്ള ഹിപ്പോത്തറ്റിക്കൽ ഒരു അൺലൈക്ലി സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? ഇതൊരു ഹിപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോ ഇനി ഈ ഹിപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ വരുന്ന കണ്ടീഷനിൽ പറഞ്ഞു ഇഫ് ഐ വേർ യു. ഒരു ഹിപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇവിടെ സബ്ജക്റ്റീവ് മൂഡ് എന്നാണ് പറയുക. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മുടെ സമയം വൈകിയതുകൊണ്ട്. സബ്ജക്റ്റീവ് മൂഡിലാണ് ഇഫ് ഐ വേർ യു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അത് പ്രസന്റ് സബ്ജക്റ്റീവ് ഉണ്ട്. നമുക്ക് പാസ്റ്റ് സബ്ജക്റ്റീവിലേക്ക് പോയാൽ മതി. മറ്റൊക്കെ ഡിഗ്രിക്കൊക്കെ ആവും വരിക. പാസ്റ്റ് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഐക്ക് ശേഷം വേറാണ് ഉപയോഗിക്കുക. ഓക്കെ, ഐ വിഷ്. ഇതൊരു വിഷിനെ കാണിക്കാനാണ് ഞാൻ പലപ്പോഴും ഇത് കാണിക്കുക. വിഷ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് വിഷ് അല്ലട്ടോ വേണ്ടത്, നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത്. വിഷ് നടക്കാൻ പോകാത്ത കാര്യ. എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ. ദിവാസ്വപ്നം, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം.
ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം എന്ന് പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ക്ലീശേ വേർഡായിട്ട് എടുക്കരുത്. ഇതൊക്കെ പ്രയോഗിച്ച് ക്ലീശേ ആയിരിക്കണം. എൻ്റെ അർത്ഥമൊക്കെ ചോർന്ന് ആർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ. നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ ഉറക്കില്ല. എന്നോട് എൻ്റെ സ്ഥാപനത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ PSC പഠിക്കുന്നവർ ചോദിക്കാറുണ്ട്, മാഷെ പഠിക്കുമ്പോൾ ഉറങ്ങാൻ വരുന്നു. ഉറങ്ങണോ? ഉറക്കം ഒഴിച്ച് നേടാൻ നിങ്ങൾക്ക് എന്താപ്പത് ഉള്ളത്? ഉറക്കൊഴിച്ച് നേടാൻ ഒന്നുമില്ല ഇതിൽ. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങ്. എത്ര മനോഹരമായ ഒരു കാര്യമാണ് ഉറക്കം. ഈ ജോലി കിട്ടിയിട്ട് നന്നായിട്ട് ഉറങ്ങാം എന്ന് വിചാരിക്കാച്ചാൽ അന്ന് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഉറങ്ങില്ല. ഓക്കെ, നിങ്ങൾ ഉറങ്ങില്ലടോ. ടൂറിന് പോകുന്നതിന്റെ തലേ ദിവസങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് ടൂറിന് ഇപ്പൊ പോണ ടൂറല്ല, സ്കൂളിൽ നിന്ന് ടൂറിന് പോണതിന് മുമ്പ് ഉറങ്ങിയിട്ടുണ്ടോ? ഓക്കെ, കല്യാണം കഴിച്ചവരാണ്, മിഥുനങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര ഇൻസ്പയർ ചെയ്തിരിക്കും നിങ്ങളുടെ ആദ്യത്തെ യാത്ര അല്ലെങ്കിൽ രണ്ടാമത്തെ യാത്ര? ഇപ്പൊ ഇൻസ്പയർ ചെയ്യില്ല എന്നുള്ള അല്ലട്ട പറയണത്. ഉറങ്ങാതിരിക്കുന്നു. നിങ്ങൾക്കൊരു കാരണം വേണം. സർക്കാർ ജോലി കിട്ടിയാലേ വെറുതെ സർക്കാർ ജോലി കിട്ടണം എന്നുള്ള വിഷയല്ല. സർക്കാർ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് വരുന്നത്? നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ എന്താണ് മാറ്റം വരുന്നത്? നിങ്ങളുടെ വീട്ടിൽ എന്ത് മാറ്റം വരും? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്ത് മാറ്റം വരും? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരിക്കണം, അവർക്ക് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ജീവിതം. ആ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, നിങ്ങൾ ഉറങ്ങില്ല. ആ ഉറക്കം ആണ് നമ്മളെ അവിടെ നമുക്ക് ആരോഗ്യം കുറയൂല. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. അതിനുള്ള ഗോൾ സെറ്റിങ്ങും തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ 1 ഇയർ കോഴ്സ്. ഞാനിത് വെറുതെ പറയല്ല, നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. സോ ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ ഹാപ്പി ആയിരിക്കുക, കൂൾ ആയിരിക്കുക, റിലാക്സ്ഡ് ആയിരിക്കുക. ഓക്കെ, ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും, കൂളായിരിക്കാൻ പറ്റും, റിലാക്സ്ഡ് ആയിരിക്കാൻ പറ്റും. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഒട്ടുമിക്ക പേർക്കും പ്രശ്നങ്ങളില്ല എന്നല്ല പറയണത്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉക്രൈനിലല്ലോ ജീവിക്കുന്നത്, അല്ലല്ലോ. ഏത് സമയവും അഗ്നിപർവ്വതം പൊട്ടുന്ന ഒരു സ്ഥലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കുടിവെള്ളം കിട്ടാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവിടെയൊക്കെ ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ സാഹചര്യങ്ങളെ മാത്രം പഴി പറഞ്ഞിരുന്നാൽ പോരാ. നമുക്കൊരു സ്വപ്നമുണ്ടോ എന്നാണ് ചോദ്യം. നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ വിഷല്ല വേണ്ടത്. വിഷ് വരുമ്പോ ഐക്കൊപ്പം വേറാണ് വരിക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. കവികളൊക്കെ ഉപയോഗിക്കാം. ഞാനൊരു കിളിയായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ. ഓക്കെ, ഐ വിഷ് ഇറ്റ് വേർ ഫ്രൈഡേ. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹമാണ്, നടക്കാൻ പോണ കാര്യമല്ല. അതുകൊണ്ട് വിഷ് വേണ്ട, ഡിറ്റർമിനേഷൻ, തീരുമാനമാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ഭാവി ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളാണ്. സംശയം വേണ്ട. നിങ്ങൾ അതിന് സാഹചര്യത്തിനെ ഒന്നും കുറ്റം പറയണ്ട. നിങ്ങളുടെ ഭാവി ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അത് പെയിൻഫുള്ളാണ് അല്ലാന്ന്, പക്ഷെ പെയിനൊരു രസമുണ്ട്. പെയിൻഫുള്ളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ജീവിച്ചു പോകാൻ, അല്ലേ? ഞാൻ പണ്ട് വായിച്ചൊരു കവിതയിൽ വായിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തോടൊപ്പം കുഴിച്ചു മൂടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളോടൊപ്പം നിങ്ങളെ കുഴിച്ചു മൂടാനാണോ? നിങ്ങളുടെ അവസാനത്തെ നിങ്ങളുടെ ശവമടക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കൂടി അത് ബറീഡ് ആവാനാണോ? അതോ ഒരു വലിയ മാവ് പോലെ പൂത്ത് തളിർത്ത് മാങ്ങയായി മറ്റ് കളികളൊക്കെ വന്ന് ഭക്ഷിച്ച്, അല്ലേ, അങ്ങനെ അവസാനം മണ്ണോടടിയുന്നതാണോ ആഗ്രഹം? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് PSCക്ക് ഉറക്കമൊഴിക്കണ്ട. നിങ്ങൾക്ക് ഉറക്കം വരാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ആവശ്യത്തിന് സമയത്ത് ഉറക്കവും എടുക്കും. സോ ഹാപ്പി, കൂൾ, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. നമുക്ക് ഇവിടേക്ക് തന്നെ പോകാം. ഇത് ഹിപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അവിടെ വേർ ആണ് ഉപയോഗിക്കുക. ഇഫ് ഐ വാസ് യു എന്നല്ല പറയാ, ഇഫ് ഐ വേർ യു. യു എന്നുകൊണ്ടാട്ടാ, എനിക്ക് നിങ്ങളാവാൻ പറ്റില്ല, അതും കൂടി നോക്കണം. അതേസമയം ഇഫ് ഐ വാസ് റോങ് ഐ അപ്പോളജൈസ്. പോസിബിലിറ്റി ഉണ്ട് മക്കളെ, എനിക്ക് തെറ്റുപറ്റാം. ഇഫ് ഐ വേർ റോങ് എന്ന് നിങ്ങൾ പറയണ്ട, അത് നിങ്ങളുടെ വിഷല്ല. ഓക്കെ, അപ്പോ മോഡേൺ ഇംഗ്ലീഷിൽ ഇഫ് ഐ വാസ് റോങ് ഐ വേർ റോങ് എന്നും പറയാം. മോഡേൺ ഇംഗ്ലീഷിൽ ഇപ്പൊ ഇഫ് ഐ വാസ് റോങ് എന്നാണ് പറയാ, ഐ വേർ റോങ് എന്ന് പറയില്ല. എനിക്കത് തിരുത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് അവിടെ എനിക്കത് മാറ്റണമെന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ
ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് ഇനി സീറോ കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷനും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടി പറയാം. നോക്കൂ, ഒരു ജനറൽ ട്രൂത്ത് ആണ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഫാക്റ്റ് ആണ് സീറോ കണ്ടീഷനിൽ. രണ്ടോടത്തും V1 ഓർ എസ് ഫോം ആയിരിക്കും. ഇപ്പൊ അവിടെ വരുമ്പോ നോക്കൂ, ഇഫ് ഐ ഈറ്റ് ടു മച്ച് ഐ വിൽ ഫീൽ സിക്ക്. ഇത് മോർ പ്രൊബബിൾ കണ്ടീഷൻ ആണ്. നല്ല ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അസുഖം വരാറുണ്ട്. എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഒരു സാധ്യതയാണ്. ഇഫ് യു ഫ്രീസ് വാട്ടർ, അതുകൊണ്ട് തന്നെ ഇവിടെ V1 വരുമ്പോ ഇവിടെ വിൽ പ്ലസ് V1 ആണ് വരുന്നത്. ഇവിടെ ഇഫ് യു ഫ്രീസ് വാട്ടർ ഇവിടെ V1 ആണ്. ഇവിടെ ഇറ്റ് ടേൺസ് ഇൻ ടു ഐസ്, ഇവിടെ എസ് ഫോം ആണ്. V1 എസ് ഫോം നമുക്ക് മാറ്റി ഉപയോഗിക്കാം. അത് സബ്ജക്റ്റ് അഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഫോമും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആണെങ്കിൽ ഒക്കെ നമ്മൾ അതിനനുസരിച്ച് മാറും V1 ഉം എസ് ഫോമും. സബ്ജക്റ്റിനനുസരിച്ച് V1 ഉം എസ് ഫോമും ആ ടെൻസിന്റെ ഒരു കാര്യത്തിൽ ഒരേ ടെൻസ് ആണ്. സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ മാറുന്നത്. അപ്പൊ അവിടെ രണ്ടോടത്തും V1 ആണ്. ഇതാണ് ജനറൽ ട്രൂത്ത്. അതല്ലാതെ ഇവിടെ ഇഫ് ഷി ഗെറ്റ്സ് ദ ജോബ് ഇവിടെ എസ് ഫോം ആണ്. ഇവിടെ കണ്ടുവോ, വിൽ ബി ഒരു വെർബാട്ടോ. ബി എന്ന് പറയുന്നത് ഒരു വെർബാണ്. ബിക്ക് ഒരുപാട് ഫോം ഉണ്ട്. നമ്മുടെ സാധാരണ നമുക്കൊക്കെ ഒരു തലയേ ഉള്ളൂ. സാധാരണ വെർബുകൾക്കൊക്കെ 5 ഫോമേ ഉള്ളൂ. പക്ഷെ രാവണന്റെ രീതിയാണ് ബിക്ക് ഇല്ലാത്ത ഫോമില്ല. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആറുണ്ട്, വാസ് ഉണ്ട്, വേറുണ്ട്. പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഭുജങ്കയ്യന്റെ ദശാവതാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ ഉണ്ടായിരുന്നു, വിവർത്തനമായിരുന്നു. അതുപോലെ അദ്ദേഹം ചില്ലറക്കാരനല്ല. ഈ സാം, ആർ, വാസ്, വേർ ഇതൊക്കെ ബിയുടെ ഫോമാ. ബി എന്നുള്ള മെയിൻ വെർബ് ബി ആണ് അതിന്റെ ഫോം. അതുപോലത്തെ ബീൻ, ബീയിങ് പല അവതാരത്തിൽ വരും. മൂപ്പരൊരു കളി ഈ ഇംഗ്ലീഷിൽ ഒരുപാടുണ്ട് അവരെ കുറിച്ച് ഓർക്കുമ്പോ. അപ്പൊ ഈസ്, ആം, ആർ, ഈസ്, ആം, ആറ്, വാസ്, വേറ്, ബീൻ, ബീയിങ് ഇതൊക്കെ ആരുടെ ഫോമാണ്? ബിയുടെ ഫോമാണ്. സാധാരണ വെർബുകൾക്ക് ഏതാണ്? V1, V2, V3 എസ് ഫോം, ING ഫോം. പക്ഷെ ഇയാള് ഒരു മഹാപ്രതിഭയാണ് ബി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് തിരിച്ച് നോക്കാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇങ്ങനത്തെ ഒരു ചോദ്യവും വന്നേക്കാം. ഇഫ് യു ഡാഷ് റെഗുലർലി യു ഡാഷ് യുവർ സ്കിൽസ്. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാലോ? ഈ പാറ്റേണിൽ ഇതുവരെ ചോദ്യം വന്നിട്ടില്ല. മറ്റെല്ലാ പാറ്റേൺ ചോദ്യങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാലോ? ഇതും കൂടി നമുക്ക് നോക്കല്ലേ, കാരണം 2 ചോദ്യം കൂടിയല്ലേ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്? ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി, അങ്ങനെ ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി യു ഇംപ്രൂവ് യുവർ സ്കിൽസ് എന്ന് പറയാൻ നമുക്ക് ഉറപ്പൊന്നുമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേക്കാം, പ്രാക്ടീസ് ചെയ്യാതേക്കാം. ഇതൊരു പോസിബിലിറ്റിയാണ്, മോർ ലൈക്ലിയാണ്. അതുകൊണ്ട് തന്നെ